അശ്വിൻ പാലാഴി അവിടെ പുളുങ്കുന്നത്തെ പ്രശ്നങ്ങളെ പറ്റിയാണ്. അശ്വിൻ അവിടെ ഔസേപ്പച്ചൻ എന്ന് പറയുന്ന ആൾക്ക് പ്രസിഡന്റ് ആവണം, പ്രസിഡന്റ് ആക്കിയില്ല. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആൾ LDFിലോട്ട് പോയി. അധികാരം കസേര പ്രധാനമാണ്. അപ്പോൾ ഔസേപ്പച്ചനെതിരെ എന്ത് നടപടിയാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്? എന്താണ് അവിടുത്തെ പാർട്ടി ആലോചനകൾ? അശ്വിൻ. അഷ്മി, പുളിങ്കുന്ന് പഞ്ചായത്തിൽ UDF 7, LDF 6. പക്ഷേ ഇന്നലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അപ്രതീക്ഷിതമായി പാർട്ടിയിലെ ഔസേപ്പച്ചൻ വെമ്പാടന്തറ എന്ന മുതിർന്ന നേതാവ് പാർട്ടി വിട്ട് പാർട്ടിയിൽ നിന്ന് മാറി. കൈപ്പത്തി ചിഹ്നത്തിലാണ് അദ്ദേഹം മത്സരിച്ച് ജയിച്ചത്. ഇന്നലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വന്ന LDFന് പിന്തുണ നൽകി LDFിനൊപ്പം നിന്ന് പ്രസിഡന്റ് ആയി ജയിക്കുകയായിരുന്നു ചെയ്തത്. കഴിഞ്ഞ 45ഓളം വർഷമായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് താൻ പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് തരാൻ ജില്ലയിലെ നേതൃത്വം തയ്യാറായില്ല. അതിനെ തുടർന്നാണ് പാർട്ടിയിൽ നിന്ന് മാറി ഇത്തരത്തിലൊരു നടപടിയിലേക്ക് താൻ പോയത് എന്നാണ് പറയുന്നത്. പക്ഷേ വളരെ സിമ്പിളായാണ് ഔസേപ്പച്ചൻ വെമ്പാടന്തറ ഈ കൂറുമാറ്റത്തെ വിശദീകരിക്കുന്നത്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി പ്രവർത്തിക്കുന്നത് പോലെയാണ് താൻ പ്രവർത്തിച്ചത്. താൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചെങ്കിൽ പോലും ഇന്നലെ പ്രസിഡന്റായി മത്സരിച്ചു. അതിന് LDF തനിക്ക് പിന്തുണ നൽകി എന്ന ഒരു വിശദീകരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതല്ലാതെ കോൺഗ്രസ് നിന്ന് ഒരു കൂറുമാറ്റം എന്നുള്ളൊരു ആംഗിളിലേക്ക് അദ്ദേഹത്തിന്റെ വിശദീകരണം എത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം കോൺഗ്രസ് ശക്തമായ നടപടിയിലേക്ക് കടക്കുകയാണ്. പ്രാഥമിക നടപടി എന്ന നിലയിൽ ഔസേപ്പച്ചനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അയോഗ്യത കൽപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. നാളെ തന്നെ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ആരംഭിക്കും. ഒപ്പം കോൺഗ്രസിനെ ഔസേപ്പച്ചൻ ചതിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമാണ് അദ്ദേഹം 24 നടത്തിയ പ്രതികരണത്തിലൊക്കെ നടത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.